രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പ്രിയരെ, അധ്യാത്മ രാമായണ വിചാരത്തിലത്തെ രണ്ടാമത്തെ ദിവസം ആയിട്ടുള്ള ഇന്ന് പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥാചുരുക്കവും അവിടുന്ന് അപ്പുറത്തേക്കുള്ള കുറച്ച് ഭാഗവുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രാമതത്വം എന്ന് പറയുന്നത് ചോദിക്കുക എന്ന് തന്നെ ഭാഗ്യമുള്ളവർക്കേ പറ്റൂ, കേൾക്കാൻ ഭാഗ്യമുള്ളവർക്കേ പറ്റൂ എന്നൊക്കെ ആ രാമൻ്റെ മഹത്വം കുറച്ചങ്ങനെ പറഞ്ഞിട്ടാണ്, രാമനെ ഒരു വന്ദനം ചെയ്തിട്ടാണ് തുടക്കം ഉണ്ടായത്. കുറച്ച് ഭാഗം മാത്രമേ ഇന്നലെ തുടങ്ങി വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പാർവതി ചോദിക്കുന്നതായിട്ട് പറയണത് ഉമാമഹേശ്വര സംവാദത്തിൽ എന്താണ് പാർവതി ആദ്യമായിട്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള പരമേശ്വരനോട് ചോദിച്ചതെങ്കിൽ, നമോസ്തുതേ ദേവജഗൻ നിവാസ സർവാത്മതൃക്തം പരമേശ്വരോസി പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനം ത്വം ച സനാതനോസി. സർവേശ്വര, അങ്ങ് സനാതനനാണ്. ഏത് കാലത്തുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ഉണ്ടായ കാലം പറയാൻ പറ്റുമോ? ഏത് വരേക്കുണ്ടാവും അതും പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ ദിക്കിലും മാനിക്കപ്പെടുന്നതും ആയിട്ടുള്ള ആളായിട്ട് സനാതനത്വം സനാതനോസി. അങ്ങയോട് ഞാനൊരു കാര്യം ചോദിക്കണം. ഈ ഒരു ചോദ്യം നമുക്ക് മലയാളത്തിലില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ ചോദ്യം. എന്താ അത്? ഗോപ്യം ഇത് അത്യന്തമനന്യവാച്യം വദന്തി മുക്തേഷു മഹാനുഭാവ. വളരെ ആർക്കും വ്യക്തമായിട്ട് അറിയാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീയാണെങ്കിലും എനിക്ക് അറിയാനുള്ള അർഹതയുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അതിൻ്റെ ഉത്തരം മലയാളത്തിലുണ്ട്, പക്ഷെ ചോദ്യമായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താണ് ചോദ്യത്തിന്? പൃച്ഛാമി ജാന്യച്ച പരരഹസ്യം തദൈവ ജാഗ്രേ വദവാരിചാക്ഷ ശ്രീരാമചന്ദ്രേ അഖിലലോകസാരേ ഭക്തിർദൃഢനൗർഭവതി പ്രസിദ്ധ. എല്ലാവർക്കും ഈ രാമനുള്ളതായിരിക്കുന്ന ഭക്തിയൊന്നും സുലഭമല്ല. വളരെ കുറച്ച് പേർക്കേ ഭക്തി ഉണ്ടാവുന്നുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെ ചോദിക്കുന്നത്. വദന്തി രാമം പരമേകമാത്യം നിരസ്തമായ ഗുണസംപ്രവാഹം ഭജന്തി ചാഹർ നിശമപ്രമത്ത പരം പദം യാന്തി തദേവ സിദ്ധ. രാമൻ പരമാത്മാവാണ് എന്ന് ചിലർ പറയണു. ചില ആൾക്കാർ ഒരു സാധാരണ മനുഷ്യനാണ് എന്നും പറയണു. ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഒരു ചോദ്യമാണോ എന്ന്. ചോദ്യമാണ്. എന്താ കാരണം എന്നല്ലേ? വാൽമീകി രാമായണത്തിൽ ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്തുതി പോലും ഇല്ല. ജഡായു സ്തുതി ഇല്ല, കൗസല്യ സ്തുതി ഇല്ല, ആ മാതിരിയുള്ള സ്തുതികളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഉപദേശം പോലും ഇല്ല. ഉപദേശം ആവാമായിരുന്നു, കാരണം മനുഷ്യനെ ഉപദേശിക്കാം, പക്ഷെ അതുമില്ല. ആധ്യാത്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേ അല്ല. പക്ഷെ അതുകൊണ്ട് ആ ഗ്രന്ഥം ശരിയല്ല എന്നോ രസമില്ല പറയാൻ പറ്റില്ല കേട്ടോ. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിലും കഥ വർണ്ണിച്ച് നോക്കിയാൽ ഏതേതാ മീതേന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധം അതിൻ്റെ ഭംഗിയുണ്ട്.
ഈ ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ട് വാൽമീകി രാമായണം ശരിയല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. അത് പലരും തെറ്റിദ്ധാരണയുണ്ട്. ഒന്നിനും കൊള്ളാത്ത അതുണ്ടാവുകൊണ്ടല്ലേ ഈ രാമായണം ഉണ്ടായേ. ഋഷിപ്രോക്തമായിട്ടുള്ള വാൽമീകി രാമായണം നന്നല്ല എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഈ പറയുന്നത് എന്ന് ദയവ് ചെയ്തിട്ട് ആരും തന്നെ ധരിക്കരുത്. ഇവിടെ വ്യത്യാസം മാത്രമാണ് പറയണത്. വ്യത്യാസമുള്ളതുകൊണ്ട് ഒന്ന് നന്നല്ല എന്നർത്ഥമുണ്ടോ? ആ ഒരു കാഴ്ചപ്പാട് ഒഴിച്ചാൽ അതിൽ ഭംഗിയുള്ള സാഹിത്യ വർണ്ണനയുണ്ട്. മൂലകൃതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് രാമായണം ഉണ്ടായത്. അപ്പം അതിന് പ്രാധാന്യം ചെയ്യുന്നിട്ടില്ല. പക്ഷേ ഈശ്വരത്വം കൽപ്പിച്ചിരിക്കുന്നത് കുറവാണ് എന്ന് മാത്രം. അതുകൊണ്ടാണ് ചിലർ മനുഷ്യനാണെന്ന് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണ് പാർവതി ഇങ്ങനെ ചോദിക്കാൻ കാരണം? ചിലർ മനുഷ്യഭാവത്തിൽ മാത്രം കാണുന്നു. ചിലരോ വദന്തി കേചിത് പരമോഭിരാമ സ്വ അവിദ്യയാ സംവൃതമാത്മതജ്ഞം ജാനാദിനാത്മാനമതപരേണ സംബോധിതോ വേദ പരാത്മതത്വം. ശരിക്കും ആ പരാത്മ തത്വത്തായിട്ടാണ് ചിലർ കാണുന്നത്. ചിലരോ കേവലം മനുഷ്യനായിട്ടും കാണുന്നു. അപ്പോൾ ഇതിൽ നിശ്ചയമായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് അറിയണമെന്നുണ്ട് എന്നാണ് പാർവതി ചോദിക്കുന്നത്. ചില ആൾക്കാർ പറയുന്നു സാധാരണ ഒരു മനുഷ്യനായിട്ട് അദ്വിതീയനാണ്, ആദികാരണനാണ്, ഈശ്വരനാണ്, സൃഷ്ടികർത്താവാണ് എന്നൊക്കെയാണ് പറയണത്. നിരസ്ത മായാഗുണസംപ്രവാഹം, മായാഗുണസംപ്രവാഹം ഒന്നുമില്ലാത്തതിനെ തിരസ്കരിച്ച എന്നിട്ട് ഭജന്തി ചാഹർ നിശം, അഹർ നിശം എന്ന് പറഞ്ഞാൽ രാവും പകലും ഭജിക്കുന്നു. എന്നിട്ടോ അവിടെ എത്തേണ്ട പർത്ഥത്തിലേക്ക് എത്തും ചെയ്യുന്നു എന്ന് ചിലർ. വേറെ ചിലരോ വദന്തി കേതിൽ പരമോഭിരാമ സ്വ അവിദ്യയാ സമൃദ്ധം, അവിദ്യയാൽ മൂടപ്പെട്ടിട്ടൊരു സാധാരണക്കാരനെ പോലെ പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ പറയുക. ആദ്യം തന്നെ ആ ചോദ്യത്തിനെ ഒന്ന് അംഗീകരിക്കുകയാണ്. ജാന ബന്യാസി ഭക്താസി പരാത്മനത്വം ധന്യേ വല്ലഭേ ഗിരിവല്ലഭേ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് ഇവിടെ ധന്യാസി ഭക്താസി പരാത്മനത്വം, പരമാത്മാവായിരിക്കുന്ന രാമനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കണം, അറിയണം എന്നുള്ളത് കൊണ്ട് നീ ധന്യയാണ്. രാമതത്വം, ആ രാമതത്വത്തെക്കുറിച്ച് അറിയണം എന്നല്ലേ നിനക്കുണ്ടായി. വേറെ ആളുകൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞ് നേരം കളയണു പകൽ, പലതും പറഞ്ഞ് പകൽ കളയണവരാണ് ലോകത്തിലുള്ളവർ. സീരിയൽ കണ്ടിട്ടും സിനിമ കണ്ടിട്ടും നാടകം കണ്ടിട്ടും ലോകകാര്യങ്ങളിൽ വ്യാപൃതരായിട്ടും. എന്താ അതുകൊണ്ടൊക്കെ ഒരു കാര്യം? വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക. അതുകൊണ്ട് ഈ യജ്ഞാതുമിച്ഛാതവ രാമതത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈശ്വരതത്വത്തെക്കുറിച്ചല്ലേ ബുദ്ധിയുള്ള മനുഷ്യൻ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത്. ഇവിടെ പുരാണകേനാപ്യതിചോദിതോഹം, മുന്നം ഇതെന്നോട് ആരും ചോദ്യം ചെയ്തില്ല നിന്നാണേ. മലയാളത്തിൽ ഇവിടെ അതിൻ്റെ തന്നെ ന കേനാപ്യഭിചോദിതോഹം, മുമ്പേ ആരും എന്നോട് ഇത് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് രഹസ്യമായിട്ടുള്ള ഈ തത്വം പറയാനുള്ള അവസരവും കിട്ടിയില്ല. നീ പറഞ്ഞു രാമപരാത്മാ പ്രകൃതേർ അനാദിരാനന്ദ ഏക പുരുഷോത്തമോഹി. അധ്യാത്മതത്വ രാമായണ പ്രകാരം തീർച്ചയായിട്ടും രാമൻ പുരുഷോത്തമനാണ്, ഈശ്വരൻ തന്നെയാണ്, പരമാത്മാവാണ്. പ്രകൃതേർ അനാദി, പ്രകൃതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന അനാദിയായിട്ടുണ്ടായതായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് രാമൻ. ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പറയണമെന്നാണ് പരമേശ്വരൻ പറയണത്. പക്ഷേ നമസ്കൃത്യ രഘുത്തമന്തേ, രഘുത്തമനായിരിക്കുന്ന രാമനായിക്കൊണ്ട് നമസ്കാരം. ഈശ്വര, ആ രാമമാഹാത്മ്യം പറയണമെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? മറ്റുള്ളവർക്ക് രസിക്കുന്ന വിധം, ഉറക്കം വരാത്ത വിധത്തിൽ പറയണമെങ്കിൽ തന്നെ ഒരു ദൈവാധീനം ഉണ്ടെങ്കിലേ പറ്റൂ. ഇതിനൊക്കെ വേണം അത്രേ ഈശ്വരാധീനം. അതാണ് പരമേശ്വരൻ ഒന്നങ്ങനെ നമസ്കരിച്ചത്. പക്ഷേ നമസ്കൃത്യ രഘുത്തമന്തേ, പരമേശ്വരനായിരിക്കുന്ന രഘുത്തമനെ ഒന്നങ്ങനെ വന്ദിച്ച് മനസാ ചിന്തിച്ച് രാമാ പരാത്മാ പ്രകൃതേർ, പ്രകൃതിയിൽ നിന്ന് അനാദിയായിരിക്കുന്ന ആനന്ദ ഏക പുരുഷോത്തമോഹി, ആനന്ദസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ്.
ഇതിലൊരു സംശയമൊന്നും വേണ്ട, ഒരു നീട്ടലും ഇല്ല. നീട്ടലോ വളച്ചുകെട്ടോ ഇല്ലാതെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്, വിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ്. ഇക്കാര്യത്തിൽ പാർവതി സംശയിക്കേണ്ട ആവശ്യമില്ല. സ്വമായ കൃഷ്ണമിതം കീസൃഷ്ട്വ നഭോവദന്തർബഹിരാർത്തിതോയ സർവാന്തരസ്ഥോപി നിഗൂഢ ആത്മാ സ്വമായ സൃഷ്ടമിതം വിചഷ്ടേ. ആ പ്രകൃതി കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് അതിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചുകൊണ്ട് സർവാന്തരസ്ഥോപി നിഗൂഢ ആത്മാ, എല്ലാറ്റിൻ്റെ ഉള്ളിലും നിഗൂഢഭാവത്തിൽ വർത്തിച്ചിട്ട് മായയ്ക്ക് അടിമപ്പെടാതെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി വ്യവഹാരങ്ങൾ കൊണ്ടു നടത്തുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് രാമൻ എന്ന് പറയുകയാണ്. ജഗന്തി നിത്യം പരിതോ ഭ്രമന്തി യസന്നിധോ ചുംബക ലോകവതി ഏതന്ന ജാനന്തി വിമൂഢചിത്ത സ്വ അവിദ്യയാ സംവൃതമാനസായി. അവിദ്യയിൽ അങ്ങനെ മുങ്ങിയിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് ഈ രാമനെ സാധാരണക്കാരനായിട്ടും മനുഷ്യനായിട്ടൊക്കെ പറയുന്നു. ഈ പ്രപഞ്ചത്തിൽ പ്രഭു മുഴുവനെ ആ ഭഗവാനിലാണ് നിൽക്കുന്നത്. ഭഗവാനിൽ പ്രപഞ്ചം മുഴുവനെ സ്ഥിതി ചെയ്യുന്നു, ഭഗവാനിൽ നിന്ന് സൃഷ്ടമായിരിക്കണു. ഇതൊക്കെ ഇല്ലാണ്ടായാൽ പോണത് എവിടേക്കാണ്? ആ ഭഗവാനിൽ തന്നെ, ആ പരമാത്മാവ് തന്നെയാണ്. സംസാരമേവാനുസരൻ തരന്തി തേ വൈ പുത്രാതിസക്ത പുരുകർമ്മയുക്ത ജാനന്തിനേമം ഹൃദയസ്ഥിതം വൈ ശാമീകരം കണ്ഠഗതം യഥാജ്ഞ. ആ ഭഗവാൻ എവിടെയാണ് നിൽക്കണത്? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്നാണ്. എവിടേക്കെങ്കിലും പോകണോ ആവശ്യമില്ല. ഈ ഉള്ളിലുള്ള സാധനം കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എവിടേക്കെങ്കിലും പോകേണ്ടി വരുമോ? നമ്മുടെയൊക്കെ ഈ തെറ്റിദ്ധാരണയാണ്. അവിടെ പോയാൽ എന്തൊക്കെയോ കിട്ടും, ഇവിടെ പോയാൽ എന്തൊക്കെയോ കിട്ടും. ഇവിടെ പറഞ്ഞ ചാമീകരം കണ്ഠഗതം, കഴുത്തിൽ കെട്ടിയിട്ടുള്ള ഒരു സ്വർണ്ണരത്നത്തിൻ്റെ രത്നമാല. അത് അറിയാതെ ഒരാൾ കഴുത്തിൽ ധരിക്കുകയാണെങ്കിൽ അതേപോലെയാണ് നമ്മുടെ കഴുത്തിലും കെട്ടിയിട്ടത് അറിയണില്ല. കസ്തൂരിമാന് എവിടെ നിന്നാണ് സുഗന്ധം വരുന്നതെന്ന് അറിയാതെ ഇങ്ങനെ അന്വേഷിച്ച് പോവുക, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളത്. ഇതുപോലെ നമ്മളിലൊക്കെ ഉള്ളതാണ്. ശരിക്കും പറയുകയാണ് ചില ഈ പരമേശ്വരൻ പരമാത്മാവ് യഥാ പ്രകാശോ നതു വിദ്യതേ രവോ ജ്യോതിസ്വഭാവോ പരമേശ്വരേ തഥാ വിശുദ്ധ വിജ്ഞാനഗനേ രഘുത്തമേ അവിദ്യാ കഥം സ്യാൽ പരത പരാത്മനി. സൂര്യനെ ആർക്കെങ്കിലും മറയ്ക്കാൻ പറ്റുമോ പാർവതി? ഒരു മുറം കൊണ്ടോ കുട കൊണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ മറയ്ക്കാൻ പറ്റുമോ? മേഘങ്ങൾ മറയ്ക്കുന്നുണ്ട് താൽക്കാലികം, എന്നിട്ടിപ്പോൾ വെളിച്ചല്ലേ, മേഘം മൂടിയിട്ടുണ്ട്. ഒരു ടോർച്ച് എടുക്കുമെന്ന് ആരും സാധാരണ നടക്കുമ്പോൾ പറയാറില്ല. ഇരുട്ടുള്ള മുറിയിലേക്ക് അതെപ്പോഴും വേണാനും, എപ്പോഴും വേണം ടോർച്ച്. വഴി കൂടെ നടക്കുമ്പോഴേ അല്ല മഴക്കാറുണ്ട്, ആ ടോർച്ച് ഇങ്ങോട്ട് എടുക്കൂ, നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? അപ്പം എത്ര മേഘങ്ങൾ മറച്ചാലും എന്തുണ്ടാവില്ല, സൂര്യൻ്റെ വെളിച്ചത്തിന് നമുക്ക് വേണ്ട വെളിച്ചം നിന്ന് കിട്ടും. കുറയും കൂടും, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ വെയിലാവും, ചിലപ്പോൾ പ്രകാശമാവും. എത്ര മൂടിയാലും അതിനെ ഇരുട്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അത് സാധ്യമല്ലല്ലോ അല്ലേ? മേഘങ്ങൾ മൂടിയിട്ടൊന്നും ഇരുട്ടാവലില്ല. ഇരുട്ട് കുത്തി മഴ വരണു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ടോർച്ചോ വിളക്കോ എടുക്കലുണ്ടോ പുറത്തേക്ക് നടക്കുമ്പോൾ പകല്? അതുപോലെ സൂര്യനെ ശരിക്കും മറയ്ക്കാൻ പറ്റാത്തതുപോലെ വിശുദ്ധ വിജ്ഞാന ഘനേ രഘുത്തമേ, വിശുദ്ധ വിജ്ഞാന സ്വരൂപനായിരിക്കുന്ന രഘുത്തമനിൽ അവിദ്യ എങ്ങനെയാ പ്രവർത്തിക്കാതെ പാർവതി? എല്ലാം അഭിനയം മാത്രം. ഭാര്യയാണെങ്കിലും പുത്രനാണെങ്കിലും സീത നഷ്ടപ്പെട്ട തരത്തിലുള്ള ദുഃഖം അഭിനയിച്ചതെല്ലാം അഭിനയമാണ്. അഭിനയമല്ലാണ്ട് അതിൽ പൊടി പോലും സത്യമില്ല. ഈ സത്യം അറിവുള്ളവർക്കറിയാം, എല്ലാവർക്കും അറിയില്ല, അറിവുള്ളവർക്ക് അറിയാമെന്ന് പറയാം. അതുകൊണ്ട് ഒരു രീതിയിലും രാമനിൽ മനുഷ്യനാണ് എന്നുള്ളൊരു ശങ്ക ആവശ്യമില്ല എന്ന് പറയണം. തസ്മാൻ പരാനന്ദമയേ രഘുത്തമേ വിജ്ഞാനരൂപേഹിന വിദ്യതേ തമ. അന്ധകാരം ഒരിക്കലും ആ ഭഗവാനിൽ ഇല്ല. അജ്ഞാന സാക്ഷിണ്യ അരവിന്ദലോചനേ മായാശ്രയത്വാന്ന ഹി മോഹകാരണം. മോഹകാരണം കൊണ്ട് രഘുത്തമൻ മായയിൽ മുങ്ങുക, ദുഃഖ സുഖാദികൾ അനുഭവിക്കുക എന്നത് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് കേവലം അവതാര കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിനയം മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ആണ് ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്നത്. അവിടെ കൈലാസത്തിൽ
ഇരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് അദ്ദേഹം പാർവതിക്ക് ആദ്യമായിട്ട് രാമായണത്തിൻ്റെ ഒരു ചുരുക്കം ഒന്നങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പുരാണത്തിൻ്റെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം ഒന്നങ്ങനെ ചുരുക്കി പറയുക, പിന്നെ അതിനെ വിസ്തരിച്ചിട്ട് പറയുക. അങ്ങനെയാണ് എല്ലാ മിക്കവാറും കഥകളൊക്കെയും പറയുക. അപ്പോൾ ഇവിടെ രാമായണ കഥ കഴിഞ്ഞ ഭാഗത്തു നിന്നൊരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ തുടങ്ങുക. സീതാരാമമരുത്സൂന സംവാദം മോക്ഷസാധനം. രാവണവധം കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തു നിന്നൊരു തുടക്കമാണ്. എന്താ അപ്പം അങ്ങനെ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ഫ്ലാഷ് ബാക്ക് അത്രയേ ഉള്ളൂ, എവിടുന്നെങ്കിലും തുടങ്ങണ്ടേ. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പിന്നിലേക്ക് പോവുക എന്ന ഒരു സമ്പ്രദായം പലതിലും അങ്ങനെയുണ്ട്, ഇതിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ എന്ന് പറഞ്ഞിട്ടാണ് മലയാള പരിഭാഷയിൽ പരമേശ്വരൻ പാർവതി ചോദിച്ച ചോദ്യത്തിനാണ് പറയും ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ഭക്തിയുള്ളവർക്കും ഈശ്വരതത്വം അറിയണം എന്നുള്ളവർക്കും അല്ലേ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെ അതേപോലെ തന്നെ ഇവിടെയും പറയണത് കേട്ടോ. അപ്പോൾ പറയും ചെയ്തു ശ്രീരാമപാദാംബുജം, ആ ശ്രീരാമൻ്റെ പാദത്തെ നന്നായിട്ടൊന്നങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലും പറയുക. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ നമസ്കരിച്ചിട്ട് ആ കഥ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്ന ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യവുക്കഭിഷേകവും ചെയ്തു സത്വാമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ. രാവണവധം സകുലം വധിക്കുക എന്നാണ്. രാവണനെ മാത്രമല്ലല്ലോ വധിച്ച്, സകുലം വധിച്ച് ആ സീതയെ കൊണ്ടുവന്നു അഗ്നിശുദ്ധയാക്കിയിട്ട്. അവിടെ ലക്ഷ്മണനുണ്ട്, ഹനുമാനുണ്ട്, ഭീഷണടക്കമുണ്ട്, സുഗ്രീവൻ, എല്ലാവരും കൂടി നിൽക്കുന്നതായിട്ടൊരു സമയത്ത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, സീതേ സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ. ഹനുമാനെ ചൂണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞു, നിന്നിലും എന്നിലും എല്ലാവരിലും ഉള്ള ഈശ്വരഭാവത്തിൽ ഏകദേശം എത്തിയ, മനുഷ്യഭാവത്തോ സാധാരണ വാനര രൂപത്തിലോ അല്ലാത്ത ആ ഹനുമാന് നമ്മളോടുള്ള ഭക്തി നിന്നിലും എന്നിലും ഉണ്ട്, എല്ലാ നേരവും ഇവന് ഭക്തിയുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവൻ ആത്മജ്ഞാനത്തിന് അർഹനാണ്. സർവ്വതാ ആത്മജ്ഞാനത്തിന് അർഹതയുള്ള ഒരാൾക്ക് അത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. നല്ല രത്നം ഇതിനെപ്പറ്റി ഒരു ഗന്ധമില്ലാത്ത ഒരാളെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതല്ല, ഇവൻ സർവ്വതാ ആത്മജ്ഞാനത്തിന് അർഹനാണ്. നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകേണം മടിയാതെ. നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ സമുദ്രം കടന്ന് സഹായിച്ചതായിട്ടുള്ള ഇദ്ദേഹത്തിന് എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലേ സീതേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ. എന്നാൽ കുറച്ച് സ്വർണ്ണമാലയോ രത്നമാലയോ സ്വർണ്ണോ ധനോ ആണ് ഇവന് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെയില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ആ ഹനുമാനില്ല. ബ്രഹ്മോപദേശത്തിന് ദുർലഭമായിട്ടുള്ളൊരു ആളാണ്. അത് മാത്രമേ വേണ്ടൂ. ആത്മജ്ഞാനത്തിന് മാത്രം തൽപരനായിക്കൊണ്ട് നിൽക്കുന്ന ആ ഹനുമാന് നമ്മുടെ ആത്മതത്വം അല്ലയോ സീതേ നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് രാമൻ പറയണം. രാമ മരുത്സൂനു സംവാദം എന്ന് പറയാൻ അതിൽ 3 ആൾ ഇടപെട്ടിട്ടുണ്ട്. ഹനുമാന് കേൾക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറയുന്നത് സീതയാണ്. ആര് പറഞ്ഞിട്ടാണ് പറയണത്? രാമൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതാണ് സീതാസൂനു മരുത്സൂനു സംവാദം എന്ന് പറഞ്ഞത്.
അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ചെറിയതായ രാമായണ ചുരുക്കത്തിനാണ് രാമഹൃദയം എന്ന് പറയുക. രാമഹൃദയം എന്ന് പറയുന്നത് ഈ ഹനുമാന് സീത പറഞ്ഞു കൊടുക്കുന്നതായ ചുരുക്കം രാമായണ കഥ, വളരെ ചുരുക്കേ ഉള്ളൂ. അതിനെയാണ് രാമഹൃദയം എന്ന് പറയുക. അപ്പോൾ അത് ആർക്കൊക്കെ പറയാൻ കഴിയുമോ ദിവസേന, എന്താ രാമായണത്തിൻ്റെ മുഴുവൻ ചുരുക്കം അതിലുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുന്നതും പറയുന്നതും വളരെ നല്ലതാണ് എന്നും പരശ്വതി ഈ രാമഹൃദയം എന്ന ഭാഗത്തിന് പറയണു. അപ്പോൾ ആത്മജ്ഞാനത്തിന് അർഹനാണ് എന്നൊക്കെയാണ് പറഞ്ഞു. നിർമ്മലനും നിരഞ്ജനനും ആയിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യത്തെ വളർത്തിയിട്ട് ആദ്യം പറഞ്ഞു ദശരഥന് പുത്രന്മാരില്ലാതായപ്പോൾ പുത്രകാമേട്ടി നടത്തിയിട്ടാണ് അവതാരം ഉണ്ടായത്. അങ്ങനെ രാമലക്ഷ്മണ ഭരതൻ എന്ന 4 സംജ്ഞയാ 4 പേരോട് കൂടിയിട്ട് കൗസല്യയിൽ ഞാനും കൗസല്യയിലും രാമനുണ്ടായി. ബാക്കി ലക്ഷ്മണ ശത്രുഘ്നന്മാർ സുമിത്രയിലും കൈകേയിലും ഭരതനുമായിട്ട് അവതരിച്ചു. അധികം താമസിയാതെ വിശ്വാമിത്രൻ, ചുരുക്കിയിട്ടാണല്ലോ പറയുക, വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് കൊണ്ടുപോയി. ആദ്യ സമയത്തൊക്കെ കുറച്ചിങ്ങനെ മടിച്ചു ദശരഥൻ. വളരെ കാലം കുറിച്ചുണ്ടായ ഉണ്ണികളെ എങ്ങനെയാണ് രാക്ഷസന്മാരുടെ മുമ്പിലേക്ക് അയക്കുക, അതിനൊക്കെയുള്ള ശക്തി അവർക്കില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. ഒടുവിൽ വസിഷ്ഠൻ്റെ ഉപദേശപ്രകാരം അയച്ചു എന്നൊക്കെയാണ്. അങ്ങനെ താടക, മാരീചൻ മുതലായിട്ടുള്ളവരേക്ക്, മാരീചനെ കടലിലേക്ക് ആക്കുക ചെയ്ത, വധിച്ചിട്ടില്ല. താടകയെ വധിച്ചു, സുബാഹുവിനെ വധിച്ചു. അവിടുന്ന് ശേഷം സിദ്ധാശ്രമത്തിലേക്ക് പോയി യാഗരക്ഷയൊക്കെ ചെയ്തു. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ അവിടേക്ക് പോയി മിഥിലാഗമനം. എല്ലാവരും എടുത്ത് പൊന്തിക്കാൻ ശ്രമിച്ച് സാധിക്കാത്തതായിട്ടുള്ള വില്ലിനെ കാണണം. സീതയെ വിവാഹം കഴിക്കുന്നതാണ് ഉദ്ദേശം. അതിലിടയ്ക്ക് ഒരുപാട് കഥകളൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നു. ബല, അതിബല മുതലായിട്ടൊക്കെ ഉപദേശിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആയി അവിടെ എത്തി. ജനക മഹാരാജാവ് സീതയുടെ വൃത്താന്തം പറഞ്ഞു വിവാഹമാണ് കഴിച്ചു കൊടുക്കുകയാണ്. ഏതൊരാളാണോ വില്ലെടുത്ത് കൊലയ്ക്കുന്നത് അവർക്കാണ് സീതയെ വിവാഹം കഴിക്കുക എന്ന് പന്തയൻ രാമൻ നിർവഹിച്ചപ്പോൾ അനവധി രാജാക്കന്മാർക്ക് സാധിക്കാത്തത് ചെയ്തതോടുകൂടിയിട്ട് വിവാഹം കഴിച്ചു. ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി മുതലായിട്ടവരെ ഭരതശത്രുഘ്നന്മാർ ലക്ഷ്മണന്മാർക്കും വിവാഹം കഴിച്ചു കൊടുത്തു. ദശരഥനെ ആളെ അയച്ചു. അതിനുശേഷം അയോധ്യയിലേക്ക് അങ്ങനെ വരികയാണ്. അയോധ്യയിലേക്ക് അങ്ങനെ വന്നതായിട്ട് സമയത്ത് രാഘവനോട് കൂടിയിട്ട് നാരദൻ അവിടെ ഒരു സംഭാഷണമൊക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞാൽ അത് കൂടുതൽ ഈ പ്രപഞ്ചമായിട്ട് ബന്ധമുണ്ടാവും. സീത അപഹരിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്യില്ല അല്ലേ. അതിലിടയ്ക്കാണ് പരശുരാമൻ്റെ സമാഗമം അതിലിടയ്ക്ക് ഉണ്ടാവുന്നത്. ഒടുവിൽ പരശുരാമൻ മാത്രമാണ് രാമൻ എന്ന് പറഞ്ഞ് വാദിച്ചു നോക്കി തൻ്റെ തേജസ് മുഴുവൻ രാമന് സമർപ്പിക്കുകയും ചെയ്തു. നാരദൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, ഇനി അഭിഷേകം കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ് രാവണവധം നടക്കുക? അവിടെ ഒരു സ്തുതിയൊക്കെ ഉണ്ട്, ഗംഭീരമായിട്ട് ലോകത്തിൽ പുല്ലിംഗമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞ് പറയാൻ പോണേ ഉള്ളൂ, ഒന്നും ഇവിടെ പറയണില്ലല്ലോ, വിസ്തരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് രാവണവധത്തെ നാരദൻ ഓർമ്മിപ്പിച്ചു എന്ന് അത്രേ ഇവിടെ പറയണ്ടു. ഇവിടെ അങ്ങനെ പറയണ്ടു, കാരണം ചുരുക്കമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാരദ അതൊന്നും നടക്കാൻ പോകണില്ല, പട്ടാഭിഷേകവും ഇല്ല, ഒന്നുമില്ല, അതൊക്കെ ഞാൻ എപ്പോഴോ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കണു, കണ്ടോളൂ. ഞാൻ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, അത് രാമൻ്റെ വാക്ക് അസത്യമായിട്ട് വരില്ല എന്നങ്ങനെ പറഞ്ഞു. ശരി, ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ഭഗവാനെ, അങ്ങേക്ക് തെറ്റില്ല, അങ്ങേക്ക് എവിടെ തെറ്റുക എന്ന് എനിക്ക് അല്ലെങ്കിലേ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞു. അങ്ങനെ രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചു. ഭരതനും ശത്രുഘ്നനും ഈ സമയത്ത് മാതുലൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ആ സമയത്താണ് ഇവിടെ പട്ടാഭിഷേകം നിശ്ചയിച്ചത്. മന്ധരയാൽ അത് മുടക്കപ്പെട്ടു. 2 വരം ചോദിച്ചു. രാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ രാജാവാക്കണം. അതോടുകൂടിയിട്ടാണ് പട്ടാഭിഷേകം മുടങ്ങിയത്. ഞാനോ വനത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ അഗസ്ത്യനെ കണ്ടു, അനവധി ആൾക്കാരുണ്ട്. വാൽമീകിയെ കണ്ടു, ഭരദ്വാജനെ കണ്ടു, സുധീഷ്ണൻ മുതലായിട്ടുള്ള മഹർഷിമാരെല്ലാം കാണുകയാണ്. എല്ലാ രാക്ഷസന്മാരെയും വധിക്കാനുള്ള പ്രതിജ്ഞ ചെയ്തു. അവിടെ ഞങ്ങളുടെ പഞ്ചവടിയിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് ശൂർപ്പണഖയുടെ വരവ്. എന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയച്ചു, ലക്ഷ്മണൻ എൻ്റെ അടുത്തേക്ക് അയച്ചു. അവസാനം ദേഷ്യം വന്ന് സീതയെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ നാസികാച്ഛേദം ചെയ്തു. അത് പോയിട്ട് പറഞ്ഞതെന്താ വെച്ചിട്ടാണ്, രാവണൻ്റെ വരവുണ്ടാം ഇനിയിപ്പോൾ. ഇതിൻ്റെ കരവധ ഉണ്ടായി. 14,000 രാക്ഷസന്മാരെ 3.25 നാഴിക കൊണ്ട് രാമൻ ഹരിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാരീചനെ അയക്കുന്നത്. മാനിൻ്റെ വേഷവും കെട്ടി സീതയ്ക്ക് അതിൽ ആകർഷണം ഉണ്ടായി. പിടിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. ആദ്യം ലക്ഷ്മണൻ അവിടെ തന്നെ പറഞ്ഞിരുന്നു, ഇത് കള്ളത്തരാണ്, അനവധി രാക്ഷസന്മാരുണ്ട്, അതുകൊണ്ട് എഴുത്തിമതിൽ കുടുങ്ങരുത്, അപകടത്തിനായിക്കൊണ്ടാണ്. രാമനെ അകറ്റിയാൽ
ഏതെങ്കിലും കാരണം കൊണ്ട് ഞാനും അകറ്റപ്പെടും. ലക്ഷ്മണൻ അത്രയും കാഴ്ചപ്പാടുള്ള ആളാണ്. ഭവതിക്ക് ആപത്ത് വരികയും ചെയ്യും. കൂട്ടാക്കിയില്ല. അവിടെ എഴുത്തച്ഛൻ ഒരു പ്രത്യേക പ്രയോഗം നടത്തി. മായാസീതയാണ് ലക്ഷ്മണനോട് പരുഷം പറയണത്. ശരിക്കും അത് ആത്മീയരാമായണത്തിലില്ല കേട്ടോ. ശരിക്കുള്ള സീത തന്നെയാണ് പറയണത് എന്നാണ്. ലക്ഷ്മണ, ഏട്ടൻ മരിച്ചിട്ട് എന്നെ സ്വന്തമാക്കാനാണെന്ന് എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ജീവനുള്ള ശരീരത്തിൽ അത് നടക്കില്ല എന്ന് യഥാർത്ഥ സീത തന്നെയാണ് വാൽമീരാമായണത്തിൽ പറയണത്. ഇവിടെ അത് യഥാർത്ഥ സീതയെ ഒരു അഗ്നിയിലേക്ക് മറപ്പിച്ചു എഴുത്തച്ഛൻ. അധ്യാത്മരാമായണത്തിലൊക്കെ ഉണ്ടത്. അത് വളരെ യുക്തമാണ് എന്നാണ് അത് പിള്ളേർ പറയുന്നത്. എന്താ വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള സീതയ്ക്ക് ലക്ഷ്മണനോട് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം എത്രമാത്രം ജേഷ്ഠ്യമ്മയെ നമസ്കരിക്കുന്നു എന്നുള്ളത് നമുക്ക് കിഷ്കിന്ധാകാന്ഡത്തിൽ നോക്കിയാൽ കാണാം. നാഗം ജാനാമി കേയൂരേ നാഗം ജാനാമി കങ്കണേ നൂഗുരേ തപിജാനാതി നിത്യം പാദാഭിവന്ദനാൻ. ആ വിമാനത്തിൽ നിന്ന് കീഴ്പ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ ഇത് സീതയുടെയാണോ എന്ന് നോക്കൂ ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് കേയൂരമോ കങ്കണമോ തോൾവളകളോ എഴുത്തിയമ്മയുടെ മറ്റ് ആഭരണങ്ങളോ അറിയില്ല ഏട്ടാ. ഇന്ന് ഞാൻ കാക്കൽ നമസ്കരിക്കുമ്പോൾ ഈ ചിലമ്പ് അല്ലെങ്കിൽ പാദസരം ഏട്ടത്തെ അമ്മയുടെയാണ് എന്ന് കാണാറുണ്ട്. അതിലപ്പുറം ഞാനൊന്നും അറിയാറില്ല. അപ്പം അത്രമാത്രം ഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്ന ആ സീതയ്ക്ക് ലക്ഷ്മണൻ്റെ കാര്യമുണ്ട്. ലക്ഷ്മണൻ എപ്പോഴും ബഹുമാനം തന്നെ. സീതയ്ക്ക് ലക്ഷ്മണനെ തിരിച്ചറിയാതെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവുമോ? ഉത്തമ സ്ത്രീയായിട്ടാണല്ലോ സീതയെ കാണിക്കണത്. അല്ലെങ്കിൽ പോട്ടെ. അപ്പം അതുകൊണ്ട് ആ സീതയ്ക്ക് അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടാവാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സീതയെ അഗ്നിപ്രവേശം ചെയ്തു. മായാ സീതയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളെല്ലാം എന്ന് എഴുത്തച്ഛൻ മാത്രമല്ല അധ്യാത്മരാമായണത്തിലൊക്കെ ഉണ്ടത്. അധ്യാത്മരാമായണം പല വേർഷൻസ് ഉണ്ട്. സംസ്കൃതം, തെലുങ്കൊക്കെ ഉണ്ട്. തുളസീദാസരാമായണം വേറൊരു വേർഷനാണ്. ശംഭൂരാമായണം വേറൊരു വേർഷനാണ്. ഇപ്പം പലതിലും ഈ മായാ സീതാ പ്രസ്താവം ഉണ്ട്. വാൽമീകി രാമായണത്തിൽ മാത്രം ഇല്ല. ഉണ്ടായതാണ് ശരിയെന്നാണ് നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാവുക. അതുകൊണ്ട് ലക്ഷ്മണ, ഏട്ടൻ ദൂരത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞാൽ കേൾക്കാതെ ആ മായാമാനിനെ കിട്ടണമെന്ന് സീത നിർബന്ധിച്ചു. രാമൻ കൂടെ പോയി. ആശ്രമത്തിൽ നിന്ന് പുറത്തു പോയതായിട്ട് സമയത്ത് ഒടുവിൽ ഭഗവാന് മനസ്സിലായി ഇത് കള്ളത്തരാണ്. വേഗം അസ്ത്രം അയച്ചു, മാരീചനെ വധിച്ചു. ലക്ഷ്മണ സീതയെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവിടുന്നാണ് കൊണ്ടുപോയാണ്. അപ്പോൾ ലക്ഷ്മണ പോയി നോക്കൂ എന്ന് പറഞ്ഞു. ഇനി ലക്ഷ്മണനോട് പറയാനതൊക്കെ മായാ സീതയാണ്. ഏട്ടൻ മരിച്ചിട്ട് വേണം എന്നെ സ്വന്തമാക്കാൻ എന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല. ഇത് കേട്ട് സഹിക്കവയ്യാതെ ലക്ഷ്മണൻ ചെവി പൊത്തി, നിനക്ക് നാശം അടുത്തിരിക്കുന്നു, തടുത്തുകൂടാ. ഇനി നിവൃത്തിയില്ല, നിനക്ക് നാശമാണ് അടുത്തിരിക്കണം. മായാ സീതയോടാണ് പറയണത്. ശരിക്കുള്ള സീതയോട് അങ്ങനെ ലക്ഷ്മണന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് വനദേവതമാരെ കാത്തുകൊള്ളുവിൻ എന്നും പറഞ്ഞ് അവിടുന്നാണ് പോവുകയാണ്. ഈ സമയത്ത് സന്യാസി വേഷത്തിൽ രാവണൻ വരുന്നു. ഫലമൂലാദികളൊക്കെ വെച്ച് സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു. ആരാണ് നീ എന്നൊക്കെ പറയണു. തൻ്റെ കാര്യം പറയണു. ത്രൈലോക്യനാഥനും ആയിരിക്കുന്നത് ദശരഥനാണ് ഞാൻ, ദശഗ്രീവനായിട്ടുള്ള രാവണനാണ് ഞാൻ. എന്നെ ഈ ലോകത്തിൽ അറിയാത്തതായിട്ട് ആരുണ്ട്? ഈ സന്യാസി വേഷം എൻ്റെ യഥാർത്ഥ വേഷമല്ല. ഈ കാട്ടുകൂടെ നടക്കുന്ന രാമനെ കൊണ്ട് നിനക്ക് എന്താണ് സീതയെ കാര്യം? എന്നെ സ്വീകരിച്ച് എങ്കയിലത്തെ റാണിയായിട്ട് നീ വാണാൽ അനവധി സ്ത്രീകൾ നിന്നെ പരിചരിക്കാനുണ്ടാവും. പട്ടമഹിഷിയായിട്ട് വാണാൽ ഈ ത്രിലോകത്തിൻ്റെ ഈ റാണിയാവാം. അതല്ലേ നിനക്ക് നല്ലത് എന്നങ്ങനെ പറയലും, രാവണ, രാമബാണം നിൻ്റെ മരത്തിൽ ഏറ്റുമരിക്കാനുള്ള സമയമായിരിക്കുന്നത്. ഹരിപത്നിയെ തൊടാൻ ശ്വാവിന് പറ്റുമോ? ദേവന്മാർക്ക് വെച്ചതായിട്ടുള്ള നിവേദ്യം ഒരു കുറുക്കം കൊണ്ടുപോകുന്നത് പോലെ എന്നെ കൊണ്ടുപോകാം എന്നാണ് നിൻ്റെ വിചാരമെങ്കിൽ നടക്കില്ല രാവണ എന്ന് പറയുന്നു. ഒരു ശങ്കയും കൂടാതെ തൻ്റെ പാതിവൃത്യം കൊണ്ട്. വളരെ ലക്ഷ്മണരേഖയുടെ കാര്യമൊക്കെ സീതാസരാമായണത്തിൽ പറയുന്നുണ്ട്. അതായത് രാവണന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, സീതയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂത്രേ. എവിടേക്കെങ്കിലും പോകേണ്ടി വന്നാലോ വെച്ചിട്ട് അത് തടഞ്ഞില്ല ലക്ഷ്മണരേഖയിൽ. സീതയ്ക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു വെച്ചാൽ ആക്സസ് തടയാത്തത് കൊണ്ടാണ് സീതയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാം, പക്ഷേ അതിഥിക്ക് കിടക്കാൻ പറ്റില്ല. അത് വലിയ അനർത്ഥമായിട്ട് തീർന്നു. അങ്ങനെ പറഞ്ഞു, മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്നങ്ങോട്ട് പറയലും പിടിക്കലും വിമാനത്തിൽ കയറ്റലും വനദേവതമാർ വിറയ്ക്കലും ഒരുപാട് ദുർനിമിത്തങ്ങൾ വലിയ സംഗതികളൊക്കെ അവിടെ ഉണ്ടായി. വേഗം പോയി പമ്പ കിടക്കണു. അവിടെ ആ വാനരന്മാരെയൊക്കെ കാണുന്നു, സുഗ്രീവനെ കാണുന്നു. അതോട് കൂടിയിട്ട് ആഭരണങ്ങളൊക്കെ അവിടെ ഇടുന്നു.
ഉറക്കെ രാമലക്ഷ്മണന്മാർ കണ്ടു. അവർ പറഞ്ഞു, ലക്ഷ്മണ നീ എന്താണ് സീതയെ തന്നെയാക്കി പോകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു. തുടർന്ന് എന്തുണ്ടായി? സീതാപഹരണത്തെ തുടർന്ന് വലുതായിട്ടുള്ള ഈ ആഭരണങ്ങൾ താഴ്ത്തിയിട്ടു വളരെയധികം ദുഃഖിച്ചോട് കൂടിയിട്ടാണ് ഇത് നോക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ശ്ലോകം അത് മനസ്സിലായി. സുഗ്രീവനുമായിട്ടുള്ള സഖ്യം ഉണ്ടായി. പിന്നെ അധികം താമസം ഉണ്ടായില്ല. ഹനുമാനെ കാണുന്നു, സുഗ്രീവനെ കാണുന്നു. അവരെല്ലാവരും കൂടി വാനരപ്പട ചിറ കെട്ടി അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ടോ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. കുബേരൻ, രാവണൻ്റെ സഹോദരന്മാർ വധിക്കപ്പെട്ടു, മക്കൾ വധിക്കപ്പെട്ടു. ഇന്ദ്രജിത്ത്, അക്ഷകുമാരൻ, രാവണി എന്ന് പറയുമ്പോൾ മകനാണ് കേട്ടോ ഇന്ദ്രജിത്ത്. അതേപോലെ തന്നെ കുംഭകർണൻ, തുടർന്ന് രാവണനും 10 തലയോട് വധിക്കപ്പെട്ടു. തിരിച്ച് വിമാനത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതുവരേക്കുള്ള കഥ വളരെ വേഗമാണ് പറഞ്ഞു തീർത്തു. എന്നിട്ടോ ആ രാമന് സുഖമുണ്ട് ദുഃഖമുണ്ട് എന്നുള്ളതെല്ലാം തോന്നുന്നത് മാത്രമാണ്. രാമോ ന ഗച്ഛതി ന തിഷ്ഠതി നാനുശോചത്യാകാംക്ഷതേ തജതി നോ ന കരോതി കിഞ്ചിൽ. സുഖമോ ദുഃഖമോ യാതൊന്നുമില്ല, ആകാംക്ഷയോ മനസ്സിലില്ല. ഇതൊക്കെ കേവലം തോന്നൽ മാത്രമാണ്. ഇരിക്കലോ നടക്കലോ, ഗച്ഛന്തി നടക്കുക ഇല്ല, തിഷ്ഠന്തി ഒരു ദിക്കിൽ നിൽക്കുക, ഇരിക്കുന്നുണ്ടെങ്കിലേ നടക്കുള്ളൂ, നടക്കില്ലെങ്കിൽ ഇരിക്കരുത്, രണ്ടുമില്ല. ആനന്ദമൂർത്തി രചില പരിണാമഹീനോ, ആനന്ദമൂർത്തിയാണ്, യാതൊരു മാറ്റവും ഇല്ലാത്ത പരിണാമഹീനനാണ്, പരിണാമമില്ലാത്തവനാണ്. മായാഗുണാനുഗതോഹി തഥാവിഭാതി, ശോഭിക്കുന്ന തത്വമാണ് അതോ ആ രാമൻ എന്ന് ചുരുക്കമായിട്ട് പറഞ്ഞു തരുന്നതിനെയാണ് നമ്മൾ രാമഹൃദയം എന്ന് പറയുക. ഈ രാമൻ്റെ മഹാത്മ്യം കൂടി ചേർത്ത് പറയുമ്പോൾ രാമഹൃദയം ആവുന്നുള്ളൂ. രാമോ ന ഗച്ഛതി, രാമൻ നടക്കുകയോ ഇരിക്കുകയോ ദുഃഖങ്ങൾക്ക് പാത്രീഭൂതനാവുകയോ ചെയ്യുന്നില്ല. അതും കൂടി ചേർത്താൽ രാമഹൃദയം. ഇതം രഹസ്യം ഹൃദയം മമാത്മനോ, ഈ രാമഹൃദയം മവേവ സാക്ഷാൽ കരിതം ദവാനഘ മദ്ഭക്തിഹീനായ ഷടായണത്വയാ ദാതവ്യമൈന്ദ്രാദവിരാജ്യതോധികം. ഭക്തിയില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കരുത്. ഭക്തിയുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ അവർ മായയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാനും മായയെ തരണം ചെയ്യാനും സാധിക്കും. എന്ത് പറഞ്ഞിവിടെ? യോഗീന്ദ്രേരപ്പലഭ്യം, യോഗീന്ദ്രന്മാർക്ക് കൂടി കിട്ടാത്തതായ പദമിക ലഭതേ വൈകുണ്ഠം അവർക്ക് ലഭിക്കും എന്നും പറഞ്ഞ് രാമഹൃദയത്തെ ചുരുക്കി, രാമചരിതത്തെ ചുരുക്കി രാമഹൃദയമാക്കിക്കൊണ്ട് ആ പാർവതിക്ക് പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോൾ പാർവതിക്ക് സന്തോഷമായി. ഇങ്ങനെ എന്നും കേട്ടാൽ പോരാ, കേൾക്കുന്തോറും എത്ര കേൾക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കേൾക്കണം തോന്നുന്നു. അതുകൊണ്ട് നാഥ ശ്രീരാമചരിതം എനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്നങ്ങനെ പറയണു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഥ രാമാവതാരം മുതലൊക്കെയുള്ള കഥ വിസ്തരിച്ചിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.